आराम से बैठो सिर्फ 5 मिनट में फिनिश होगा। हाँ तो होगा ना। तुम्हारा वो लवर का नाम है ना स्वीटी। नल्ला पेर स्वीटी खाना ब्यूटीफुल आना। स्वीटी नाइस नेम। फिनिश। नहीं और थोड़ा और काम बाकी है वो तो क्लीन करना है ना। पेन भाई ज़्यादा कुछ मैं अभी निकल करेगा। गुड സൂപ്പർ സിറ്റി ലവ് ഓക്കെ ഓക്കെ അപ്പോൾ സി 3-4 ഡേയ്സ് ഇത് വെള്ളം സോപ്പ് പൊടി ഒന്നും പറ്റല്ല കുളിക്കരുത് നോ നോ ബാത്തിങ് പല്ല് തേക്കാം പല്ല് തേക്കാം ഫുഡ് കഴിക്കാം നോ പ്രോബ്ലം ഓക്കെ പേയ്മെൻറ്റ് റിസപ്ഷൻ അടുത്ത ഒരു ഓയിൻമെൻറ്റ് അവർ തരും മണ്ടു മാഡം തരും അത് തേക്കാം ഓക്കെ ഗുഡ് ഗുഡ് വൈഫായിട്ട് വരണം പെയിൻ തോടാ പ്രോബ്ലം നൈസ് ഓക്കെ എന്റെ പൊന്നാൻറ്റി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങളുടെ മുടി കൊഴിച്ചിലും മരുന്നില്ല, അത് പാരമ്പര്യമാണേ. അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളൊക്കെ വേണമെങ്കിൽ എഴുതി തരാം, നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷെ മുടി കൊഴിച്ചിൽ മാറണ്ടേ. അതാ ഞാൻ പറഞ്ഞത് കേട്ടോളേ. വല്ല എണ്ണ തിരെ കാച്ചി തേച്ചാൽ മതി എന്നേ, അത്രേ ഉള്ളൂ. ശരി 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 ഓക്കെ. വരൂ. എന്താ വിശേഷം? സാറേ ഞാനേ കുറച്ച് നാൾ മുമ്പ് ടാറ്റു ചെയ്തായിരുന്നു ഇവിടെ. എന്താണ് ടാറ്റു ചെയ്തായിരുന്നു? എന്താ സ്വീറ്റി അപ്പോൾ അതൊന്ന് മായിച്ചു തന്നെ എനിക്ക് പെട്ടെന്ന്. ആരാ ഈ സ്വീറ്റി? അതിൻ്റെ ഒരു കാമുകിയായിരുന്നു സാറേ. അപ്പോൾ അവളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ എന്നോടുകൂടെ ടാറ്റു ചെയ്യാൻ പറഞ്ഞു. അവളുടെ പേര് പിന്നെ എന്തിനാ മായ്ക്കണതിന്? അച്ഛനൊക്കെ ഒരുപാട് വേണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ എന്നിട്ടും അവരെയൊക്കെ എതിർത്ത് ഇവളുടെ പേരെഴുതി വെച്ച് ഇപ്പം അവള് വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പം ഇത് ഇവിടെ കിടന്നിട്ട് വേറൊന്നും സെറ്റാകണമില്ല. ഞാനിതും ചോദിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കളഞ്ഞു സാറ്. കരയൊന്നും വേണ്ട, നമുക്കിത് മാറ്റിയൊക്കെ ചെയ്യാം. ഞാനിത് ചെയ്ത് കൊടുത്ത് ചെന്നിട്ടുണ്ടായി സാറേ, എങ്ങനെ ഒന്ന് കളഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ അവരാ പറഞ്ഞത് സാറിനെ ഒന്ന് കാണാൻ. അത് കളയാന്ന് പറഞ്ഞാൽ താടി പിടിക്കണമാതിരി വേറാണ്ട് കളയാനൊന്നും പറ്റില്ലതേ. ഇത് ലേസർ ടെക്നോളജി വെച്ചിട്ടേ നമുക്കിത് ഒഴിവാക്കാൻ പറ്റൂ. അപ്പോൾ ഇതിനെത്ര രൂപയായി? ഇത് 7000 രൂപയായി. അപ്പോൾ അതിൻ്റെ ഒരു 4 ഇരട്ടി വരുമെന്ന് വിചാരിച്ചോ? കളയാനാ? മാത്രമല്ല അതിനൊക്കെ ഒരു 5-6 മാസം എടുക്കും. അതിനൊക്കെ ക്ഷമ വേണം. 6 മാസം ഞാൻ ഇതും കൊണ്ട് നടക്കണം. നടക്കേണ്ടി വരും. എന്താ തൊഴിൽ? ഒന്നും ആയിട്ടില്ല, നോക്കണം. തൊഴിൽ വീതിയൊക്കെ മേടിച്ച് അപേക്ഷയൊക്കെ ഇവിടെ ഉണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതാണ് പണി. പക്ഷെ ഞാൻ എൻ്റെ ഇവിടെ അടയ്ക്കാൻ പൈസ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? ഇത്രയും പൈസ ബുദ്ധിമുട്ടാണ് സാറേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പ്രേമിച്ച പെൺകുട്ടി പോയി എന്നല്ലേ പറഞ്ഞു വേറെ ആളുടെ കൂടെ? അവളെ ഒന്നുകൂടെ പോയി കണ്ടിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റുമോ നോക്കുക. അവൻ വെറും കച്ചറയാണ് സാറേ, അവൻ എന്നെ തല്ലും. എന്നാ പിന്നെ വേറൊരു വഴിയുണ്ട്. സ്വീറ്റി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പോയിട്ട് കല്യാണം കഴിക്കുക. അത് നടക്കൂല സാറേ. ഞാൻ ഇവളെ കൂടി ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ലോകം മുഴുവൻ അറിയാം ഇവളെ കൂടി തൂങ്ങി നടന്നത്. ഇനി ആരും അങ്ങനെ അടുക്കൂല എൻ്റെ അടുത്ത്. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയെ സ്വീറ്റി എന്ന് വിളിച്ചാൽ പോരെ? എനിക്ക് വൃത്തികെട്ടവളുടെ പേരെൻ്റെ കവളത്തുനിന്ന് കളയണം സാറേ, അതാണ് എൻ്റെ പ്രധാനം. എങ്ങനെയെങ്കിലും ഒന്ന് കളഞ്ഞു. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, താടി വളർത്തിക്കോ, എന്നാലും അറിയില്ല. അത് വരണ്ടേ? 3 മാസം നോക്കിയാലും സെക്കൻഡ് ഷോനെ ആളിരിക്കണ പോലെ 3-4 അവിടെ ഇവിടെയൊക്കെ വരും. താടി വന്നില്ല. താനൊക്കെ എന്തൊരു പോങ്ങനാടോ. അല്ല എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ്. ബുദ്ധിയുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വാക്കും കേട്ടിട്ട് സ്വന്തം മുഖത്ത് ഇതേമാതിരി ചുട്ടി കുത്തോടോ? പറ്റിപ്പോയി സാറേ, ആത്മാർത്ഥം കൊണ്ടാണ്. എനിക്കാണെങ്കിൽ ഈ ജാതി ആളുകളെ എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടുകൂടാ. എന്തോ നല്ല കാര്യത്തിനാണ് ഇപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതിരുന്നത്. അത് നിൻ്റെ ഭാഗ്യം കൂട്ടിക്കോ സാറ്. വേറെ ഒരു മാർഗമില്ലേ ഒന്ന് കളയാം? വേറെ മാർഗമുണ്ട്. തുടയുടെ മുകളിൽ നിന്ന് ഒരു പീസ് സ്കിന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മുഖത്ത് പച്ച കുത്തിയിട്ടില്ലേ, അവിടുത്തെ സ്കിന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ സ്കിന്ന് അവിടെ വെച്ച് പിടിപ്പിക്കണം.
അതിനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പൈസയും പോരാ, അതിൽ കൂടുതൽ വരും. അതാ